ഹായ്! ചോറിനൊപ്പം കഴിക്കാൻ വേറെ കറിയൊന്നുമില്ലെങ്കിൽ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ? ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ 4 അല്ലി വെളുത്തുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം പുളിയും ലേശം കുരുമുളക് ഒരു ചെറിയ കഷ്ണം കായം 2 സവാള കട്ട് ചെയ്തതുമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ചട്ടി അടപ്പയിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുരുമുളക് ചെറിയ കഷ്ണം കായം കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ചേർക്കാം. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നാൽ തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കണം. തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഉപ്പും പുളിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാവേ. ഇത്